സുഹൃത്തെ, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കാത്ത ഒരാളും ഈ ഭൂമിയിലില്ല. ഇപ്പോൾ നിങ്ങളുടെ കേസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരം പെയിനുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇമോഷണൽ ആയിട്ടുള്ള പെയിനുകളാണ് ഇതിൽ കൂടുതലും. നമ്മൾ ഒരുപാട് വിശ്വസിച്ച് പോകുന്ന ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ട് മാറാറുണ്ട്. എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പോകുന്ന ഒരു ലൈഫിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ കിട്ടാതാവുമ്പോൾ ഇതൊക്കെ വലിയ വേദനകളായിട്ട് മാറാറുണ്ട്. എന്നാൽ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇവർക്കൊരു പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നും. ഡീറ്റെയിൽഡായിട്ട് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും ഉണ്ടാവും പല പ്രശ്നങ്ങളും. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു തോതുണ്ടല്ലോ, നിങ്ങളിത് എങ്ങനെ ബാധിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു കോട്ടൊന്ന് വായിച്ചു നോക്കുക. പെയിൻ ഈസ് ഇന്നവിറ്റബിൾ, സഫറിങ് ഈസ് ഓപ്ഷണൽ, ഓർ സഫറിങ് ഈസ് എ ചോയ്സ് എന്നും പറയാം. ഇത് ആര് പറഞ്ഞു എന്നുള്ളതൊന്നും നിങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ നിൽക്കണ്ട. എന്നാൽ ഈ ഒരു ഒറ്റ കോട്ട് മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. കാര്യം ഇത്രയേ ഉള്ളൂ, ആര് ലൈഫിൽ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ ഈ ഒരു കോട്ട് ഉപയോഗിച്ച് സുഖപ്പെടുത്താൻ കഴിയും. ഇത് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വേദനകൾ നിങ്ങൾക്ക് വരണ്ട എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ജീവിച്ച് പോകുന്നത് എങ്ങനെയാണോ അതിൻ്റെ പാർട്ടായിട്ട് പലതരം വേദനകൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ഈ വേദനകൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സങ്കടങ്ങളുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, അത് എത്രത്തോളം എന്നെ ബാധിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പലതരം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. എന്നാൽ അതിന് ഞാൻ എത്ര വില കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ ഞാൻ ഈ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ എന്നെ വലിയൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള ഒരു റിഹേഴ്സലായിരിക്കാം. വളരെ നല്ലൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കൂടുതൽ മെച്ചുറാക്കാൻ വേണ്ടി വരുന്ന കുറേ സാധ്യതകൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ വേദനകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കാരണം ഞാനിങ്ങനെ അതും ആലോചിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എത്തിച്ചേരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നിങ്ങളുടെ കാല് ഒരു കല്ലിനോട് തട്ടി ചെറുതായിട്ട് ചോരയൊക്കെ പൊടിയുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്ക്രാച്ചും നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കാം. എന്നാൽ നേടുന്നവരെന്ത് ചെയ്യുമെന്നറിയോ? അതിനൊന്ന് വരിഞ്ഞു കെട്ടി ഇതൊക്കെ അങ്ങ് മാറുമെന്നും പറഞ്ഞ് അങ്ങ് നടക്കും. ഞാൻ താഴേക്ക് നന്നായിട്ട് നോക്കാത്തത് കൊണ്ട് എനിക്ക് വന്നൊരു അനുഭവമാണിത്. ഇനി ഞാൻ നടക്കുമ്പോൾ താഴേക്ക് നന്നായി നോക്കും. ഇത് ഒരു 2 ദിവസം കൊണ്ടങ്ങ് മാറും എന്നൊരു രീതിയിൽ അയാൾ നടക്കുന്നു. അയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് അയാൾ എത്തുന്നു, മറ്റേ ആൾ അവിടെ തന്നെ ഇരിക്കുന്നു. ഇതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വേദനകളെന്ന് പറഞ്ഞാൽ. ഇമോഷണലി പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പല ആളുകളുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടാവാം. അതും ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ നേടേണ്ടതൊക്കെ നേടി എവിടെയെങ്കിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെ ഇമോഷണലായിട്ടുള്ള പെയിനുകൾ നിങ്ങൾക്ക് സംഭവിച്ചാലും അത് കാരണം ഞാൻ എത്ര സഫർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് നല്ല എക്സ്പീരിയൻസുകളാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാം, അല്ലേ സുഹൃത്തെ? നിങ്ങൾക്ക് ഉറപ്പായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടാം. നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ മറന്നു കളയാം. നേടേണ്ടതൊക്കെ നേടിയെടുക്കുക. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മാറ്റണം. അതിന് പറ്റിയ കോട്ടകളായിട്ട് ഇതൊക്കെ മാറും. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളും ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേദനകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ആലോചിച്ചിരിക്കരുത് എന്ന് അവരോട് പറയാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.